ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ സോൾസ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കുടജാദ്രിയിലേക്കാണ്. ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അതിന് എടുത്തത് 4 മണിക്കൂറാണ്. 4 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക്. ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. തലേ ദിവസമൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അവിടുത്തെ റോഡുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നല്ല വെള്ളക്കെട്ടിയൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കുടജാദ്രി കയറാൻ പോകുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് തോന്നി. കാരണം മഴയത്താണെങ്കിൽ അവിടെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് ഒരു ജീപ്പിലാണ് പോയത്. ജീപ്പ് അവിടെ പകുതി വരെയും ജീപ്പിൽ ഞങ്ങൾ പോയി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് നടന്നു പോയി. ഞങ്ങൾ ജീപ്പിൽ കയറിയത് ഒരു 8 മണിക്കാണ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്നാണ് ഞങ്ങൾ ജീപ്പ് എടുത്തത്. ഒരാൾക്ക് 800 രൂപയാണ് ജീപ്പിൻ്റെ റേറ്റ് വന്നത്. എന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 മണിക്കൂർ മാക്സിമം എടുത്തു ഞങ്ങൾക്ക് അത് മുകളിലെത്താൻ വേണ്ടി. ജീപ്പ് നമ്മൾ ഒരു പോയിന്റ് വരെ കൊണ്ടുപോകുള്ളൂ. അത് കഴിഞ്ഞ് ജീപ്പ് അവിടെ നിർത്തിയിട്ടും അത് കഴിഞ്ഞ് നമ്മൾ തന്നെ നടന്നു പോകണം. ആ നടന്നു പോണ വഴിയിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി തൊഴാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ ഡ്രീം പോയിന്റായ സർവജ്ഞ പീഠം കാണാൻ വേണ്ടി ഞങ്ങൾ മുകളിലേക്ക് കയറാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരു അത്യാവശ്യം കയറാനുണ്ട്. അതും വഴികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കയറാൻ. ഞാനൊരു സ്ഥിരം ട്രക്കിങ്ങിനോ എനിക്ക് അങ്ങനെ ട്രക്കിങ്ങിനൊന്നും പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ടോപ്പിലെത്തി. ഞങ്ങൾ പെട്ടെന്ന് കയറിയൊന്നുമില്ല. ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നും വിശ്രമിച്ചൊക്കെയാണ് കയറിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടൈം എടുത്തു ടോപ്പിലെത്താൻ. അങ്ങനെ ഞങ്ങൾ ടോപ്പിലെത്തിയപ്പോഴാണ് അവിടെ ഒരു ചെറിയൊരു അമ്പലം പോലെയുണ്ട്. അതിനെയാണ് സർവജ്ഞ പീഠം. അത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ബെസ്റ്റ് വ്യൂ ആയിരുന്നു. അവിടെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ കയറിയതിന് റിസൾട്ട് ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങി ഞങ്ങൾ വന്ന ജീപ്പിൽ തന്നെ ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തത് അവിടേക്ക് തിരിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.